നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിതത്തിൽ നമ്മളെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. ഒരുപാട് വായിക്കുന്നുണ്ട്, വായിച്ചതൊന്നും നമ്മുടെ ഓർമ്മയിൽ കിട്ടുന്നില്ല, ചിലതൊന്നും മനസ്സിലാകുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, കേട്ടതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല. അതിനെക്കുറിച്ച് വലിയ ധാരണ നമുക്ക് ലഭിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒന്ന് വൃത്തിയായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ്. ഇതിന് കാരണം നമ്മൾ മൈൻഡ്ഫുള്ളി അല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ്. അതായത് നമ്മൾ പറയാറില്ലേ, മനസ്സറിഞ്ഞിട്ടല്ല ഇത്തരം കാര്യങ്ങൾ നാം ചെയ്യുന്നത് എന്നാണ്. പരിപൂർണ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ, സൂക്ഷ്മതയോടെ, പൂർണ്ണ ബോധത്തോടെ, സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട്, വീക്ഷിച്ചുകൊണ്ട്, കരുതലോടെ നാം എന്തു ചെയ്താലും അതിൽ ഫലം കാണും എന്നതാണ് ശാസ്ത്രം പറയുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി, സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ട്, കൃത്യമായ ബോധത്തോടെ അതിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സൂക്ഷ്മമായി ജാഗ്രതയോടെ ചെയ്യുന്ന ഏതൊരു കാര്യവും നമുക്ക് കൃത്യമായും വളരെ ക്ലാരിറ്റിയോടും കൂടി ചെയ്യാൻ കഴിയും എന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ വിജയത്തിലേക്ക് എത്താൻ കഴിയുന്നത്. ജീവിത വിജയത്തെ സഹായിക്കുന്ന 12 നിയമങ്ങളിൽ 9 നിയമങ്ങളും കഴിഞ്ഞ 9 വീഡിയോകളിലായി നാം പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി 10ാമത്തെ നിയമം ലോ ഓഫ് മൈൻഡ്ഫുൾനെസ് ആണ്. സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും ശാരീരിക അവസ്ഥകളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് കൃത്യമായ അവബോധമുണ്ടാകുന്ന അവസ്ഥയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ജീവിത വിജയത്തിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ പ്രവർത്തനത്തിലും, എല്ലാ കാര്യത്തിലും പരിപൂർണമായ ശ്രദ്ധയും ജാഗ്രതയും കൊണ്ടുവരിക എന്നത് കുറച്ചൊക്കെ പ്രയാസം നിറഞ്ഞ ഒന്നാണ്. അതിന് നമ്മൾ കൃത്യമായ പ്രാക്ടീസിലൂടെ നമ്മുടെ മൈൻഡ്ഫുൾനെസ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതിനെ സഹായിക്കുന്ന കുറച്ചു കാര്യങ്ങളാണ് ഈ 10ാമത്തെ നിയമം ചർച്ച ചെയ്യുന്ന ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ബിഗിൻ യുവർ ഡേ വിത്ത് മൈൻഡ്ഫുൾ ബ്രീത്തിങ്. നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ബെഡിൽ നിന്നാണ്. അതായത് നാം എണീക്കുന്ന സമയം മുതലാണ്. നാം രാവിലെ എണീക്കുന്ന ആ സമയത്തു തന്നെ മൈൻഡ്ഫുൾ ആയിക്കൊണ്ട് നല്ല ഒരു ബ്രീത്തിങ് നടത്തുക. ഉദാഹരണത്തിന്, നാം ബെഡിൽ നിന്ന് എണീറ്റ ഉടനെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ പൂർണ്ണ ശ്രദ്ധ നമ്മുടെ ബ്രീത്തിങ്ങിലേക്ക് ആക്കിക്കൊണ്ട് നാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും കുറച്ചു സമയം നാം അത് നമ്മളിൽ ഹോൾഡ് ചെയ്യുന്നതും പിന്നീട് പുറത്തു വിടുന്നതും എല്ലാം അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായി അതിലേക്ക് എത്തിച്ചുകൊണ്ട് നാം ആ കൃത്യം ചെയ്യുക. അതിനുവേണ്ടി നാം ബെഡിൽ നിന്ന് എണീറ്റ ഉടനെ കണ്ണുകൾ അടച്ച് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുകയും അതിന്റെ ആ ശബ്ദവും അതിന്റെ ആ ചലനവും നാം കൃത്യമായി ശ്രദ്ധിക്കുകയും നമ്മളിൽ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയെയും പുറത്തേക്ക് വിടുന്നതും നാം കൃത്യമായി അതിലേക്ക് ശ്രദ്ധിക്കുകയും, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗം, നമ്മുടെ നെഞ്ചിന്റെ ഭാഗം ഉയരുന്നതും താഴുന്നതും ഒക്കെ നാം ശ്രദ്ധിച്ചുകൊണ്ട് കുറഞ്ഞ സമയം മാത്രം നമ്മൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രഭാതത്തിൽ നാം നമ്മുടെ ദിവസം തുടങ്ങുന്നത് തന്നെ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രിയ ചെയ്തതോടുകൂടി, ഒരു കൃത്യം ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ പ്രാക്ടീസ് ആരംഭിക്കുക. പ്രാക്ടീസ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധ നാം ആ കഴിക്കുന്നതിലേക്കും നമ്മുടെ മുന്നിലുള്ള ഭക്ഷണത്തിലേക്കുമായിരിക്കുക. നമ്മുടെ മറ്റു എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ചത്, ഉദാഹരണത്തിന് മൊബൈൽ ഫോൺ പോലെയുള്ള നമ്മുടെ സ്ക്രീൻ ടൈം സ്ക്രോൾ ചെയ്യുന്നതും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയും അതിന്റെ നിറവും അതിന്റെ ടേസ്റ്റും എല്ലാം കൃത്യമായി അറിഞ്ഞുകൊണ്ട് നാം ചവച്ചരക്കുന്നതും ഒക്കെ അതിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നാം ഭക്ഷണം കഴിക്കാൻ, ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കുന്ന രീതി നാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. മറ്റൊരു പ്രാക്ടീസ്, ടേക്ക് മൈൻഡ്ഫുൾ ബ്രേക്സ്.
അതായത് നമ്മൾ ബ്രേക്ക് എടുക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഇടയിൽ ഒരു ബ്രേക്ക് എടുക്കുകയും അത് മൈൻഡ്ഫുൾ ആയിരിക്കുക, കണ്ണടച്ചുകൊണ്ട് നമ്മുടെ ശ്വാസത്തിലേക്കും നമ്മുടെ ചലനങ്ങളിലേക്കും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള ബ്രേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ എടുക്കുമ്പോൾ അത് കൂടുതൽ ക്ലാരിറ്റിയോടും വളരെ ആവേശത്തോടും കൂടി നമ്മുടെ ടാസ്കുകൾ പൂർത്തീകരിക്കാൻ നമ്മളെ സഹായിക്കുന്നതോടൊപ്പം നമ്മുടെ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാനും അത് ഡെവലപ്പ് ചെയ്യാനും സഹായിക്കും. മറ്റൊരു പ്രാക്ടീസ് എൻഗേജ് യുവർ സെൻസ്. അതായത് നമ്മുടെ ഈ 5 സെൻസറി സിസ്റ്റത്തിനെ കുറിച്ച് നമുക്കറിയാം, പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ചറിയാം. അതിനെ ഒന്ന് എൻഗേജ് ആക്കുക. നാം കാണുന്ന ഒരു പ്രത്യേക കളറിലേക്ക് നോക്കുക, ആ കളറിനെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരു പ്രത്യേക സാധനത്തിലേക്ക് നോക്കി അതിന്റെ എല്ലാ വശത്തെയും നാം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ വർക്ക് ഏരിയയിൽ ഒരു ഫ്ലവർ ബേസിൻ ഉണ്ട് എങ്കിൽ അതിലുള്ള പൂക്കളെയും അതിന്റെ ഇലകളെയും ഒക്കെ ഒന്ന് നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് വീക്ഷിച്ച് അതിനൊരു ബോധത്തോടു കൂടി നോക്കുക. അതിന്റെ കളറും അതിന്റെ നിറങ്ങളും അതിന്റെ മറ്റു കാര്യങ്ങളും ഇലകളും ഒക്കെ സൂക്ഷ്മമായി അതിന്റെ തണ്ടുമൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അതോടൊപ്പം കണ്ണടച്ചിരുന്ന് നമ്മുടെ ചുറ്റുവട്ടത്തിൽ കേൾക്കാൻ സാധ്യതയുള്ള ശബ്ദങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ശ്രദ്ധയോട് കൂടി കേൾക്കുകയും അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. അത് ഇന്ന ശബ്ദമാണ്, അത് ഇന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നാം അവിടെയുള്ള സ്മെല്ലിനെ നാം കൃത്യമായി അവലോകനം ചെയ്യുക. എന്ത് തരത്തിലുള്ള സ്മെല്ലാണ് അവിടെയുള്ളത് എന്ന്. അതുപോലെ തന്നെയാണ് നാം ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റും നമ്മുടെ രുചിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുക. ഇത് നമ്മുടെ മൈൻഡ്ഫുൾനെസ്സിനെ, നമ്മുടെ ശ്രദ്ധയെ, നമ്മുടെ ബോധത്തെ പൂർണ്ണമാക്കാനുള്ള ഒരു പ്രാക്ടീസായി, പരിശീലനമായി നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒന്നാണ്. മറ്റൊന്ന് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി. എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ ഏതെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള സമയം ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നാം പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ആ ദിവസത്തിൽ നാം അനുഭവിച്ച സുഖങ്ങളെയും നാം അനുഭവിച്ച സന്തോഷങ്ങളെയും നമ്മുടെ അച്ചീവ്മെന്റുകളെയും നമ്മുടെ ചെറിയ ചെറിയ നാം കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങളെയും ഒക്കെ ഓർത്തെടുത്തുകൊണ്ട് അതിനെ മനസ്സിൽ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനൊക്കെ സാധിച്ചതിന് നാം നന്ദി പറയുക. അത് നമ്മളെ കൂടുതൽ ഉഷാറാക്കുകയും കോൺഫിഡൻസ് നൽകുകയും അതുപോലെ നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ പ്രചോദനം ചെയ്യുന്നതോടൊപ്പം ഒരു മനസ്സാന്നിധ്യം നമ്മളിൽ ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. മറ്റൊന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം മൈൻഡ്ഫുൾ വാക്കിംഗ് ആണ്. നാം നടക്കുമ്പോൾ നമ്മുടെ സ്റ്റെപ്പുകളെ ഒക്കെ വീക്ഷിച്ചുകൊണ്ട് ഓരോ അടി മുന്നോട്ട് വെക്കുമ്പോഴും അതിനെ കൃത്യമായി വീക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രാക്ടീസ്. ഒരു കുറഞ്ഞ സമയം, ഒരു 5 മിനിറ്റിൽ താഴെയാണ് എങ്കിൽ പോലും നാം വെക്കുന്ന നമ്മുടെ ഓരോ പാദങ്ങളും വെക്കുമ്പോൾ കൃത്യമായി അതിനെ മനസ്സാന്നിധ്യത്തോടു കൂടി മനസ്സറിഞ്ഞുകൊണ്ട് നാം അത് വെക്കുകയും അത് നമ്മൾ ഫീൽ ചെയ്യുകയും ഓരോ സ്റ്റെപ്പ് വെക്കുന്നതും ഫീൽ ചെയ്യുകയും, നാം തറയിലാണ് നടക്കുന്നത് എങ്കിൽ ആ തറയുടെ തണുപ്പോ ചൂടോ അതിൻ്റെ മറ്റു കാര്യങ്ങളെയും ഒക്കെ നാം കൃത്യമായി ഫീൽ ചെയ്തുകൊണ്ട് നാം അത് പ്രാക്ടീസ് ചെയ്യുക. ഇതൊരു വലിയ പ്രാക്ടീസാണ്. ഇത് നമുക്ക് ഈ ബുദ്ധ സന്യാസിമാരൊക്കെ നടന്നുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന വാക്കിംഗ് മെഡിറ്റേഷൻ പ്രാക്ടീസുകളൊക്കെയുണ്ട്. അത് നമ്മുടെ ശരീരത്തെ മൊത്തം ഒരു അവയർനെസ്സിലേക്കും ഒരു മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കും നയിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന് റെഡ്യൂസ് മൾട്ടി ടാസ്കിങ്. നമ്മൾ ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യുക, ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യും. കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാർത്ത കേൾക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്കത് കൃത്യമായി തെറ്റുകൂടാതെ പരിപൂർണമായി ചെയ്യാൻ സാധിക്കില്ല. അതൊരു ചിത്ത സ്വഭാവമായി ഡെവലപ്പ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ പരമാവധി ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യാൻ ശ്രമിക്കുക. മൾട്ടി ടാസ്കിങ് പരമാവധി ഒഴിവാക്കുക. അതുപോലെ ഈ പുതിയ കാലത്ത് ടെക്നോളജി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷെ അതിനെ ഈ മൈൻഡ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ നാം ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള നമുക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ടെക്നോളജിയെ ഉപയോഗിക്കുന്നത് ചുരുക്കുകയും അനാവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓഫാക്കി വെക്കുകയും
നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ അൺഫോളോ ചെയ്യുകയും അൺസബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിലേക്കുള്ള സാഹചര്യത്തെ പരമാവധി കുറയ്ക്കുക. ഡെയിലി ഒരു നിശ്ചിത സമയമെങ്കിലും ഈ സ്ക്രീൻ ടൈമിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ആ സമയത്ത് ഞാൻ ഫോൺ ഉപയോഗിക്കില്ല, ആ സമയത്ത് ഞാൻ ഇന്നത് ചെയ്യില്ല എന്ന് നിശ്ചയിച്ചുകൊണ്ട് ഒരു പ്രത്യേക സമയം തിരഞ്ഞെടുക്കുകയും ആ സമയത്ത് എന്തു തന്നെ വന്നാലും അത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക. നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. മൊബൈൽ ഫോണിൽ ഡോൺ ഡിസ്റ്റർബ് തുടങ്ങിയിട്ടുള്ള ബട്ടണുകളുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും അത് ഉപയോഗിക്കാത്ത ആളുകളുണ്ട്. അത് എന്തിനാണ് അങ്ങനെ ഒരു സംഭവം വെച്ചത് എന്ന് പോലും ആലോചിക്കാത്ത, അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ്. ആ ബട്ടൺ നെക്കിക്കൊണ്ട് നാം ഫോൺ കുറച്ച് സമയം വെക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ വീട്ടിലും നമ്മുടെ ഓഫീസിലുമൊക്കെ ഒരു ഡിജിറ്റൽ ഫ്രീ സോൺ ഏരിയ നാം പ്രത്യേകം തയ്യാറാക്കി വെക്കുക. അവിടെ നമ്മൾ ടെക്നോളജികളൊന്നും ഡിജിറ്റലായിട്ട് ഒന്നും ഉപയോഗിക്കില്ല. നമ്മുടെ ഒരു റൂമിലോ നമ്മുടെ വീട്ടിലെ ഒരു പ്രത്യേക റൂമിൽ, ആ റൂമിലേക്ക് കടക്കുമ്പോൾ നമ്മൾ നമ്മുടെ ടെക്നോളജികളും മൊബൈൽ ഫോണും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പുറത്തു വെച്ചിട്ടേ കടക്കൂ. അതൊരു ഡിജിറ്റൽ ഫ്രീ സോൺ ഏരിയയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്തു വെക്കുക. അതോടൊപ്പം നമുക്ക് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ്, നമ്മുടെ റിലേഷൻഷിപ്പിനെയും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് പ്രാക്ടീസ് ആക്റ്റീവ് ആൻഡ് മൈൻഡ്ഫുൾ ലിസണിങ്. മറ്റുള്ളവരെ കേൾക്കുമ്പോൾ ആക്റ്റീവ് ആയിക്കൊണ്ട് മൈൻഡ്ഫുൾ ആയിക്കൊണ്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരെ കൂടുതൽ സംസാരിപ്പിച്ചുകൊണ്ട് ആ സമയത്ത് നമ്മുടെ ടെലിഫോണും മൊബൈൽ ഫോണും മറ്റുള്ളതൊക്കെ മാറ്റിവെച്ച് മറ്റാരോടെങ്കിലും സംസാരിക്കുന്ന രീതി മാറ്റിവെച്ച് നമ്മുടെ കയ്യിലും അവിടെയും ഇവിടെയും ഒക്കെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകാതെ വാച്ചിലേക്കൊന്നും നോക്കാതെ കൃത്യമായി ഒരാളെ കേൾക്കുക എന്നത് അതൊരു പ്രാക്ടീസ് ആക്കി എടുക്കുക. മറ്റുള്ളവരെ ആക്റ്റീവായി മൈൻഡ്ഫുള്ളായി കേൾക്കാനുള്ള ഒരു മനസ്സ് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ മൈൻഡ്ഫുൾനെസ് നമ്മളിൽ ഉണ്ടാകുകയും അത് ഡെവലപ്പ് ചെയ്യുകയും അതോടൊപ്പം നമ്മുടെ റിലേഷൻഷിപ്പിന് ശക്തി പകരുകയും അതിലൂടെ നമ്മുടെ ജീവിതം വളരാനും വിജയിക്കാനുമൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. എൻഡ് യുവർ ഡേ വിത്ത് റിഫ്ലക്ഷൻ. നമ്മുടെ ആ ദിവസത്തെ മുഴുവൻ നല്ല കാര്യങ്ങളെ മുഴുവനും ഓർത്തെടുത്തുകൊണ്ട് നമുക്ക് നമ്മൾ സന്തോഷിച്ചത്, നമ്മൾ വിജയിച്ചത്, നമ്മൾ അച്ചീവ് ചെയ്തത് ഒക്കെയുള്ള കാര്യങ്ങളെ നമ്മൾ ഓർത്തെടുത്തുകൊണ്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും അതിനെ റിമൈൻഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നാം ബെഡിലേക്ക് പോകുക. അതോടൊപ്പം എന്തെങ്കിലും ടാസ്കുകളും എന്തെങ്കിലും ചലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് നാം അതിനെ നേരിട്ടത്, അല്ല എങ്കിൽ അതിൽ നിന്ന് എന്തെല്ലാം പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ആ ദിവസത്തിന്റെ അവസാനവും എൻഡും ഒരു മൈൻഡ്ഫുൾ ആയിക്കൊണ്ട് അവസാനിപ്പിക്കാൻ നാം ശ്രമിക്കുക. ഇങ്ങനെയുള്ള ഈ കുറച്ചു കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ അല്പം പ്രയാസമുണ്ടാകുമെങ്കിലും ക്രമേണ പ്രാക്ടീസിലൂടെ നമ്മൾ ക്ഷമയോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം പൂർണ്ണമായി ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള എല്ലാ പ്രവർത്തനത്തിലും ഒരു ശ്രദ്ധയും ഒരു ജാഗ്രതയും ഒരു സൂക്ഷ്മതയും ഒക്കെയുള്ള ഒരു ജീവിതമായി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ എല്ലാ പ്രവർത്തനത്തെയും നല്ല രീതിയിൽ കൊണ്ടുപോകാനും നമ്മുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാനും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനും അതിലൂടെ സമാധാനപൂർവവും സന്തോഷകരവുമായ ഒരു ജീവിതം കരഗതമാക്കാനും കഴിയും. ജീവിത വിജയത്തിന് സഹായിക്കുന്ന 11ാമത്തെ നിയമവുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.